ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ MBയുടെ സ്കിൻ കെയർ ഓയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചേർത്തുന്ന എല്ലാ മരുന്നും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ മരുന്നും, ആകെ ഒന്നോ രണ്ടോ മരുന്ന് മാത്രമേ ഇതിൽ ഞാൻ കാണിക്കാത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൽ കാണിക്കണ എല്ലാ മരുന്നും എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതിന് എത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഇന്നിപ്പോൾ യൂട്യൂബും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ഈ മരുന്നിനൊക്കെ ഗുണങ്ങളുണ്ട്, നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, സ്കിന്നിനെ എത്രത്തോളം എന്താ പറയുക നല്ല ഇതായിട്ട് നിർത്താൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്കറിയാം കേട്ടോ. നമ്മൾ പറയണേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന മരുന്നുകൾ എല്ലാം നമ്മളെ കെമിക്കൽ അങ്ങനെയുള്ള മരുന്നടിച്ച് വരുന്ന അങ്ങനത്തെ ഒരു മരുന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ആണ് കുറേ മരുന്നുകൾ. പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ അതിനകത്തൊന്നും വലിയ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞ് വാഷ് ചെയ്ത് അതിൻ്റെ ചാറെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വെച്ചാൽ നമ്മളിപ്പോൾ എത്ര എന്താ പറയുക എത്ര ചെറിയ കുട്ടികളാണെങ്കിലും നമുക്കിത് അവർക്ക് തേച്ച് കൊടുക്കണോണ്ടൊന്നും ഒരു കുഴപ്പവും വരില്ല. നമ്മളിവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, എത്ര നമ്മളെ സ്കിന്നിനെ ഇതാക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ഈ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും. പിന്നെ ഇതിൽ വെച്ചാൽ നമ്മൾ മഞ്ഞൾ, ഞാൻ കഴിഞ്ഞ ഓയിലൊക്കെ നമ്മൾ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓയിലും സ്കിൻ കെയറിൻ്റെ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതിനേക്കാളും മഞ്ഞൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൺകുട്ടികൾക്ക് തേക്കണമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്, മീശ വരില്ല, താടി വരില്ല എന്നൊക്കെ ഉള്ളത്. അതിന് നമ്മൾ പകരം നമ്മളിതേ ഈ മഞ്ചിഷ്ട നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലിന് നല്ലൊരു കളറാണ് കേട്ടോ. മറ്റേതൊരു നല്ലൊരു യെല്ലോ കളറാണെങ്കിലും അതല്ല, ഇതൊരു ഗോൾഡൻ കളറാണ്. അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട്. ഒരു സ്മെല്ലിൻ്റെ ഒരു അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലായിരിക്കും. നമ്മൾ ഓറഞ്ചിൻ്റെയൊക്കെ തൊലിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓയിൽ തന്നെയാണ് ഇതിട്ടാ. പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ഇപ്പോൾ കൊറിയർ വേണമെങ്കിലും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെ കുറവ് ഓയിൽ ഉണ്ടാക്കണുള്ളൂ. വെളിച്ചെണ്ണയാണെങ്കിലും നമ്മളെ വീട്ടിൽ ആട്ടിയിട്ട് എടുക്കുന്ന വെളിച്ചെണ്ണയാണ് കൂടുതൽ ഞാൻ ഇതിൽ യൂസ് ചെയ്യണത്. ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മുഴുവനും നമ്മളെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ വെയിലുള്ളത് കൊണ്ട് തേങ്ങ വാങ്ങിച്ച് കൊപ്രയാക്കിയിട്ട് ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ ഇതല്ലെങ്കിലും കൂടി നമ്മൾ ഓയിൽ മില്ലിൽ പോയിട്ട് ഓയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ ഹെയറിനുള്ള ഓയിലാണെങ്കിലും പിന്നെ ഇതിന് മുന്നേ നമ്മൾ സ്കിൻ കെയറിന് എടുക്കുന്ന ഓയിലൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ മില്ലിൽ നേരിട്ട് വാങ്ങിച്ചിട്ടാട്ടോ ഓയിൽ യൂസ് ചെയ്യണത്. അപ്പോൾ അതിലും അങ്ങനെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ യൂസ് വരാം. അതല്ലെങ്കിൽ എന്നെ നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്താലും കിട്ടും. കാരണം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിട്ട്. അതേപോലെ നമ്മൾ ഇതില്ലേ ഈ രാമച്ച ആണെങ്കിലും കൂടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. നമ്മളിവിടെ തന്നെ നമ്മൾ കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് രാമച്ചത്തിൻ്റെ വലിയ കൃഷിയുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഫ്രണ്ട് മുഖേന അങ്ങനെ വാങ്ങിച്ച ഇതാണ്. അപ്പോൾ ഇതാണെങ്കിലും നല്ല നാടൻ, അതേപോലെ തന്നെ നല്ല സ്മെല്ലാട്ടാ. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കണത് അവർ കെട്ടി വെച്ചിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതല്ല, ഇത് നമ്മൾ പറിച്ച് ഒരാഴ്ച പോലും ആകൂല, അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ഇതാണെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ സ്മെല്ല്, അതായത് വിയർപ്പ്, ചിലവർക്ക് നല്ല വിയർപ്പ് സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ എന്താ പറയുക മാറ്റാനുള്ളൊരു കഴിവുണ്ട് നമ്മളെ രാമച്ചത്തിന്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ കഷായം വെച്ചൊക്കെ കയറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഓയിൽ കാച്ചാൻ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ രാമച്ചത്തിൻ്റെ ഗുണം തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ രാമച്ച തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളം അകത്ത് കുടിക്കുകയാണെങ്കിലും നമ്മളെ വിയർപ്പിൻ്റെയും അതേപോലെ സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടും. അത് നമ്മൾ ഈ ഓയിൽ ചേർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട്
ബ്രൈറ്റ് ആവുക മാത്രമല്ല സ്കിന്നിൻ്റെ ഒരു വിധെല്ലാ പ്രോബ്ലത്തിനുള്ള മരുന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിട്ടാ. എത്രത്തോളം ഫലം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കി നോക്ക്. കാരണം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവർക്കറിയാൻ പറ്റും. അവരെന്നെ വിളിച്ചിട്ട് അവരിങ്ങോട്ട് പറഞ്ഞതാണ് ഇത്രയൊക്കെ ഇതുണ്ട് എന്നൊക്കെ. കയ്യിൽ മുഖത്ത് മാത്രമല്ല, കയ്യിലും കാലിലും പിന്നെ നമ്മുടെ ശരീരത്ത് മുഴുവനും നമുക്ക് തേച്ചിട്ട് കുളിക്കട്ടാ. ഒരു 20 മിനിറ്റാ, ഒരു അരമണിക്കൂറാണ് നമ്മൾ പറയുന്ന ടൈം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് തേച്ചാലും അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കെമിക്കലും കാര്യങ്ങളൊന്നുമുള്ള സോപ്പ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ആവുന്നതും അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യാണ്ട് കടലപ്പൊടിയോ പയറുപൊടിയോ അതേപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് എന്താ പറയുക ഗുണം കൂടുതൽ കിട്ടും. നമ്മൾ അങ്ങനെയുള്ള സോപ്പുകൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ കറ്റാർവാഴയുടെ സോപ്പാണ് ഇപ്പം നമുക്ക് എന്താ പറയുക കിട്ടും, എല്ലാ കടകളിലും കിട്ടും. ഇപ്പോൾ കറ്റാർവാഴയുടെ സോപ്പ് അങ്ങനെയുള്ള ആയുർവേദിക് സോപ്പുകൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സോപ്പ് ഉണ്ടാക്കണ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സോപ്പുകൾ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടും ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പ്രായമായി വരുന്നവരാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമുക്ക് പ്രായമായി വരുമ്പോൾ നമുക്ക് പൊതുവേ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ ചെറിയ ചുളിവുകൾ കാര്യങ്ങളൊക്കെ വരും. അപ്പം അതൊക്കെ നമ്മളിത് സ്ഥിരമായിട്ട് ഡെയിലി യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഒന്നരാടാ ആഴ്ച 2-3 തവണ ഒക്കെ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ സൗകര്യം അതിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അതിനുള്ള നല്ല ഫലം ഉണ്ട് എന്നാണ് എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിട്ടാ. അതേപോലെ തന്നെ ഞാൻ കോൺടാക്റ്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിന്ന് ഒരുപാട് പേര് ഓയിൽ വാങ്ങിച്ചിട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ്. അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കാത്തവരും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഓയിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിട്ടാ. പിന്നെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എനിക്ക് ലൈക്ക്, അതേപോലെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടോ. ഇപ്പം ഞാൻ വരാണ്ടായപ്പോൾ കുറേ പേര് എന്നെ വിളിച്ചിട്ട് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ എന്താ വരാത്തത്, എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, അപ്പം എന്നെ മറക്കണില്ലല്ലോ. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും പിന്നെ ഫാമിലിയിൽ നിന്നാണെങ്കിലൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പം അത് തന്നെ ഞാൻ മുന്നോട്ട് പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം മുന്നോട്ട് വരാനുള്ളതിൻ്റെ ഒരു കാരണം അവരൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അവരെന്നെ ഞാൻ വരുന്നില്ലെങ്കിൽ എന്നോട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, എന്താ വരാത്ത, എന്താ യൂട്യൂബിൽ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്നെ നിങ്ങൾ അന്വേഷിക്കണുണ്ടല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് എന്താ പറയുക, നിങ്ങളെല്ലാവരും